ഹലോ, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. നമ്മളിപ്പോൾ ഡൽഹിയിലാണ് കേട്ടോ. ഇത്രയും ഹോണടിക്കുന്നത് ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? ഇതാണ് ഡൽഹി കാർ ട്രാഫിക്. നീ ആദ്യമായിട്ട് കേൾക്കണ കാരണം ഞാൻ കുറെ കേട്ടിട്ടില്ലേ, പിന്നെ അത് കേൾക്കേണ്ടിയത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എവിടേക്കൊക്കെയാണ് പോണേന്ന് കാണിച്ചു തരാം. നമ്മൾക്കും ശരിക്കും ഉറപ്പല്ല എങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞത് കുത്തബ് മിനാർ. കുത്തബ് മിനാർ സ്ഥലങ്ങളുണ്ട്. So we're trusting the process. നമ്മൾ ആരും വിചാരിച്ചിട്ടായാലും ഇത്ര ഗ്രീനറി ഉള്ളൊരു സ്ഥലമാണ് ഡൽഹി. എല്ലായിടത്തും റോഡിൻ്റെ രണ്ട് സൈഡിലും മരങ്ങളും നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ടോക്കൺ എല്ലാം എടുത്ത് നമ്മൾ കുത്തബ് മിനാർ കാണാൻ പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോയത് കുത്തബ് മിനാറായിരുന്നു. ഇത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കുത്തബ് മിനാറിൻ്റെ ദൃശ്യമാണ്. ഇതാണ് കുത്തബ് മിനാർ അല്ലേ? ഇതിന് ചെറിയൊരു ചെരുവുണ്ടോ? അങ്ങനെ കുത്തബ് മിനാർ കണ്ട് അന്തം വിട്ട് നിന്നപ്പോഴാണ് സൈഡിൽ കൂടെ ഒരു ഫ്ലൈറ്റ് പോയത്. ഇങ്ങനെ കുത്തബ് മിനാറിൻ്റെ സൈഡിൽ കൂടെ ഫ്ലൈറ്റ് പോകുന്ന ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്തേക്ക് പോകുന്തോറും കുത്തബ് മിനാറിൻ്റെ വലിപ്പം കൂടി വരുന്ന പോലെ തോന്നി. അവസാനം ഫോട്ടോ എടുക്കാനൊക്കെ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ മൊബൈൽ ചെരിച്ച് പിടിച്ചൊക്കെയാണ് ഫോട്ടോ എടുത്തത്. അതിൻ്റെ അടുത്ത് കുറച്ച് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ എല്ലാം നിന്ന് ഫോട്ടോ എടുത്തു. കുത്തബ് മിനാർ മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും നല്ല ഫോട്ടോ പോയിന്റുകളായിരുന്നു. ഓരോ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്താലും നമുക്ക് വീണ്ടും വീണ്ടും എടുക്കാനായിരിക്കും തോന്നുക. ധാരാളം ആൾക്കാർ അവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്നു പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ മലയാളീസിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് കുത്തബ് മിനാർ. 72.5 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് ആകെ 399 പടികളാണുള്ളത്. 5 നിലകളാണ് കുത്തബ് മിനാറിനുള്ളത്. 1199 ദില്ലി സുൽത്താനായിരുന്ന കുത്തബ്ദീൻ ഐബക്ക് ആയിരുന്നു ഈ മിനാറിൻ്റെ ആദ്യ നിലകൾ പണി കഴിപ്പിച്ചത്. സുൽത്താൻ ഇൽതുമിഷ് 1229 മറ്റു 4 നിലകളുടെ പണി കൂടി പൂർത്തീകരിച്ചു. കുത്തബ്ദീൻ ഐബക്ക് പണിത ആദ്യ നിലയുടെ ചുമരിൽ അറബി വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അത് ഞങ്ങളവിടെ പോയപ്പോൾ കണ്ടതാണ്. ഏറ്റവും മുകളിലെ 2 നില ഒഴികെ മറ്റു നിലകളെല്ലാം ചുവന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുത്തബ് മിനാറിൻ്റെ ഉള്ളിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് പോയത് ലോട്ടസ് ടെമ്പിൾ കാണാനായിട്ടാണ്. ഇതാണ് ലോട്ടസ് ടെമ്പിൾ. എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ സിഡ്നിയിലെ ഓപ്പറ ഹൗസ് പെട്ടെന്ന് ഓർമ്മ വന്നു. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ലോട്ടസ് ടെമ്പിളിലേക്ക് ചെറുതായി ഒന്ന് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ധാരാളം ഫോറിനേഴ്സും ഈ ലോട്ടസ് ടെമ്പിൾ കാണാൻ വേണ്ടി വരുന്നത് കാണാമായിരുന്നു. അപ്പയും ചെയ്യും അതിൻ്റെ ഉള്ളിൽ കാണാൻ പോയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ പോകാൻ നമുക്ക് ഷൂസ് ഇടാൻ പാടില്ല. അപ്പോൾ ആ ഷൂസ് ഇവിടെ ഇങ്ങനെ ഒരു ബാഗിൽ എടുത്തിട്ട് വേണം പോകാൻ. ഷൂ ഇടാണ്ട്. ഷൂ നമുക്ക് ക്യാരി ചെയ്യാൻ തോന്നും അല്ലേ?
അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കടകൾ കണ്ടത്. ഇവിടെ കുറച്ചധികം കടകളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റക്കായിപ്പോയി. ഏതെടുത്താലും 50 രൂപ 100 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ഇല്ലാത്ത കൺഫ്യൂഷൻ പെട്ടെന്ന് വരും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇന്ത്യൻ ക്ലോത്ത്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ഡ്രൈവർ ചേട്ടൻ സജസ്റ്റ് ചെയ്ത ഒരു ഷോപ്പായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ക്ലോത്ത്സ് അത്ര ഇഷ്ടമായില്ല. കാരണം ടു എക്സ്പെൻസീവ് ആയിരുന്നു. അത് നമുക്ക് ഇവിടെ ഇടാനുള്ള അത്രയും അവസരങ്ങൾ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടുന്ന് ജിയോനൊരു കുർത്തി വാങ്ങി. യെസ്, അതാണ് ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചത്. ഡൽഹിയിലെ ട്രാഫിക് ഒരു 1.5 ട്രാഫിക് തന്നെയാണ് കേട്ടോ. പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ സ്ഥലത്തും നമ്മളെ അങ്ങനെയാണ് കൊണ്ടുപോയത്. ചേട്ടന് അവിടെ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴാണ് ഒരു ലജ്പത് നഗർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടത്. ഇത് നമ്മൾ ഡൽഹിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പറയുന്ന പോലെ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും ക്ലോത്ത്സ് വെച്ച് വിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലജ്പത് നഗർ മാർക്കറ്റിലൂടെ തേരാ പാര നടക്കുകയാണ്. എന്ത് കണ്ടാലും നമുക്കത് ട്രൈ ചെയ്യാൻ തോന്നും. പക്ഷേ നമുക്കതൊന്നും അധികം ഇഷ്ടാവില്ല. അങ്ങനെ ഒരു പോക്കായിരുന്നു അത്. ഒരുപാട് സാധനങ്ങൾ ചീപ്പായി കാണുമ്പോൾ നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അതേ സ്റ്റേറ്റിൽ തന്നെയായിരുന്നു ഞാനും. കാരണം ഏതെടുത്താലും 50 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും സ്റ്റക്കായി പോവാണ്. ഒരു ബൊഫേ പോകുമ്പോൾ നമുക്ക് എന്ത് കഴിക്കണം എന്ന് എല്ലാം നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ എന്ത് കഴിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അതുപോലെ ഇത് ഈ കാണുന്ന കമ്മലിനെല്ലാം 50 രൂപയായിരുന്നു. പക്ഷേ ഞാനതൊന്നും ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. ഇവിടുന്ന് നമുക്ക് തുണികളെല്ലാം വാങ്ങിക്കുമ്പോൾ ഒന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഡ്രോബാക്ക് ഉണ്ട്. കാരണം നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്താവുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ വൈറ്റ് പലാസോ വാങ്ങിക്കണോ എന്ന് ആലോചിക്കുകയാണ്. ഈ കാണുന്ന അവിടെ ഇരിക്കുന്ന ആ ചുരിദാർ എന്നെ വാങ്ങിച്ചു കേട്ടോ. ഡൽഹിയിൽ ജസ്റ്റ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത കാരണം അവിടെ വിൻ്റർ ക്ലോത്ത്സും ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നയ്ക്ക് അതിന്ന് ഏതാ അന്ന വാങ്ങിക്കേണ്ടതെന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യം ഞാൻ ശരിക്കും നോട്ടീസ് ചെയ്തത്, ഇവിടെ ലേഡീസിനും ഗേൾസിനും ഉള്ള ഡ്രസ്സാണ് കൂടുതലുള്ളത്. ഈ ആണുങ്ങളുടെ ഡ്രസ്സ് വളരെ കുറവായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയതാണ് ഹുമയൂൺസ് ടോംബ്. മുഗൾ ചക്രവർത്തി ഹുമയൂണിൻ്റെ ശവകുടീരമാണ് നമ്മൾ ഈ കാണുന്ന ഹുമയൂൺസ് ടോംബ് എന്ന് പറയുന്നത്. ഹുമയൂണിൻ്റെ ശവകുടീരം കൂടാതെ മറ്റു പലരുടെയും ശവകുടീരങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹുമയൂണിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിധവയായിരുന്ന ഹമീദ ബാനു ബേഗമാണ് ശവകുടീരത്തിൻ്റെ നിർമ്മാണത്തിന് ഉത്തരവിട്ടത്. 1569 ഇത് നിർമ്മിച്ചത്. ഹുമയൂണിനും ഭാര്യയ്ക്കും പുറമെ 16 പേരുടെ ശവകുടീരം ഇവിടെയുണ്ട്. പേർഷ്യൻ ശില്പികളാണ് ഈ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പൂന്തോട്ട ശവകുടീരമെന്നും ഇതിനെ വിശേഷിപ്പിക്കാം. പ്രധാന കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തുള്ള വിശാലമായ സ്ഥലത്താണ് ഹുമയൂണിൻ്റെ ശവകുടീരമുള്ളത്. ഈ ശവകുടീരത്തിന് മുകളിൽ ഒരു ചെറിയ കൂടാരം നിർമ്മിച്ചിട്ടുണ്ട്. അതിലാണ് ഹുമയൂണിൻ്റെ വാൾ, ചെരുപ്പുകൾ, തലപ്പാവ് ഇവയൊക്കെ സംരക്ഷിച്ചു വരുന്നത്. അതുകൂടി കഴിഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് അന്നത്തെ ദിവസം പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ തന്നെ വിൻ്റർ ആയ കാരണം ഡൽഹിയിൽ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരി, ഞങ്ങളുടെ ഡേ 1 ഇതോടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ബൈ.